ലക്ഷ്യങ്ങൾ സ്വപ്നം കാണുന്നവർക്കുള്ളതല്ല, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർക്കുള്ളതാണ്. തോറ്റുപോകുമെന്ന ഭയമില്ലാതെ ഉറച്ച ആത്മവിശ്വാസവും പ്രതിസന്ധികളിൽ പതറിവീഴാത്ത മനോധൈര്യവും കൊണ്ട് കപ്പൽ മുതലാളിയായി മാറിയ ഒരു കൊല്ലംകാരനുണ്ട് ദുബായിയിൽ. ചോരാത്ത ആത്മവീര്യത്തിന്റെ കൂടി വിജയമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. 1978 800 ദർഹവുമായി ജോലി തേടി ദുബായിലേക്ക് വന്ന മനുഷ്യൻ ഇന്ന് എക്സ്പെർട്ട് യുണൈറ്റഡ് മറൈൻ സർവീസസ് എന്ന തന്റെ സ്ഥാപനത്തിലൂടെ 300-ലധികം പേർക്ക് ജോലി നൽകുന്നു. കടൽ വ്യവസായ രംഗത്തെ ഒരു കപ്പിത്താനായി മാറിയിരിക്കുകയാണ് എൻ.എം. പണിക്കർ. ഗൾഫിലെത്തി കോടീശ്വരനായി മാറി എന്ന് പറയുന്നത് പോലെ എളുപ്പമായിരുന്നില്ല എൻ.എം. പണിക്കറുടെ വിജയഗാഥ. ദുബായിലേക്ക് ഒരു ജീവിതം സ്വപ്നം കണ്ടെത്തിയ അദ്ദേഹത്തിന് ആദ്യകാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു. ദുബായിലെ കൊടും ചൂടിൽ രാവന്തിയോളം പണിയെടുത്ത് പല യാതനകളും അനുഭവിച്ച് തന്നെയാണ് പണിക്കർ ഇന്ന് ഈ നിലയിലെത്തിയത്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മെഷീൻ ഓപ്പറേഷൻസിൽ ഡിപ്ലോമയുള്ള പണിക്കർ തുടക്കകാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് തന്റെ അറിവും സമയവും കഠിനാധ്വാനവും നൽകിയിരുന്നത്. എന്നാൽ 2000-ലാണ് തന്റെ മെഷീൻ എഞ്ചിനീയറിംഗിലുള്ള വൈജ്ഞാനം ഉപയോഗിച്ച് പണിക്കർ സുഹൃത്തുക്കളുമായി ചേർന്ന് എക്സ്പെർട്ട് യുണൈറ്റഡ് മറൈൻ സർവീസസ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഷിപ്പ് റിപ്പയർമെന്റ്സും മെയിൻ്റനൻസും മാത്രം ചെയ്തിരുന്ന ഈ സ്ഥാപനം പിന്നീട് മറൈൻ എഞ്ചിൻസും എക്യുപ്മെന്റ്സും നിർമ്മിക്കാനും ആരംഭിച്ചു. യാത്രയുടെ പകുതിയിൽ കമ്പനിയുടെ പാർട്ട്നേഴ്സായിരുന്ന തന്റെ സുഹൃത്തുക്കൾ പലരും പിരിഞ്ഞു പോയപ്പോൾ യുണൈറ്റഡ് മറൈൻ സർവീസസ് പണിക്കരുടേത് മാത്രമായി. പണിക്കർ എന്ന പേരിൽ സ്വന്തമായി ഒരു ഷിപ്പ് തന്നെ UAE പൗരനായ ബിസിനസ്സുകാരന് നിർമ്മിച്ചു നൽകി. ഇന്ന് മറൈൻ ബിസിനസ്സിൽ ലോകം UAE ഉറ്റുനോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ എവിടെ ഒരു കപ്പലിന് പ്രശ്നമുണ്ടായാലും അത് പരിഹരിച്ചു കൊടുക്കുന്ന ഒരേ ഒരിടം എന്ന വിശ്വാസം യുണൈറ്റഡ് മറൈൻ സർവീസിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. മറൈൻ ബിസിനസ് രംഗത്തെ ഓരോ മാറ്റവും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് വേണ്ട മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അടിപതറാതെ 24 മണിക്കൂറും ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കാനുള്ള മനോഭാവമാണ് ഈ വിജയത്തിന് പിന്നിൽ. 100% സംതൃപ്തിയും ക്വാളിറ്റിയുമാണ് ഈ കമ്പനി ഉറപ്പു നൽകുന്നത്. ഭാര്യയും മക്കളും മരുമക്കളുമായി കുടുംബത്തിലെ എല്ലാവരും കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സ്വയം വളരുമ്പോഴും കൂടെയുള്ളവരെ കൂടി കൈപിടിച്ചുയർത്താൻ അദ്ദേഹം മറക്കുന്നില്ല. തന്റെ തൊഴിലാളികൾക്ക് വേണ്ട ജീവിത സുരക്ഷ ഉറപ്പാക്കുന്നതിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുന്നു.